തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ബി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും, എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇപ്പോൾ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ബുക്ക് ഇതിൻ്റെ പേരിലുണ്ടായ കോൺട്രവേഴ്സിയാണ്. അശോക്, എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനൊരു കോൺട്രവേഴ്സി നാട്ടിൽ കേരളത്തിൻ്റെ ഒരു കേരള തനിമയുള്ള കോൺട്രവേഴ്സിയാണ്. കാരണം DC പോലെ ഉള്ള ഒരു 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 നമ്പർ 1 പബ്ലിക്കേഷൻ, അത് ബുക്ക് പ്രസാധകർ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവർക്ക് ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു റിട്ടേൺ കോൺട്രാക്ട് ഇല്ല എന്ന് അവർ ഏകദേശം സമ്മതിച്ചേക്കാണ്. ഇത് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ റെസ്പോൺസ് ഇത്രയും താമസിച്ചു വരത്തില്ലായിരുന്നു. അതായത് അവിടെ എന്തോ വാർത്ത കണ്ടു, അവിടെ DC-യുടെ പ്രൊപ്പറേറ്ററും ജയരാജനും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് സംസാരിക്കാൻ കാരണം ഇത് എനിക്ക് ഒരു ചെറിയ പബ്ലിക്കേഷൻ ഡൽഹിയിൽ നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പബ്ലിക്കേഷൻ ഞാൻ 2-3 ബുക്ക് ചെയ്തിട്ടുണ്ട്. 7 ബുക്ക്. എല്ലാവരും ആദ്യം ചെയ്യുന്നത് ബുക്ക് പബ്ലിഷ് ചെയ്യാം എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു എഗ്രിമെൻ്റ് അയച്ചു തരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചിട്ടകൾ, ഇതിനനുസരിച്ച് ഇത് ഒപ്പിട്ടിട്ട് തരിക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുക, അത് നമ്മൾ ചർച്ച ചെയ്ത് ശരിയാക്കാം. അതില്ലാതെ ജയരാജനെ പോലെ വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ആത്മകഥ അത് ലീക്ക് ഔട്ട് ചെയ്യുക ഇലക്ഷൻ ദിവസം, എന്താണ് ഇത് കാണിക്കുന്നത്? ഒരുതരം എനിക്ക് തോന്നുന്ന പ്രസാധക രംഗത്തെ അരാജകത്വമല്ലേ ഇത് കാണിക്കുന്നത്. ഒരു തരത്തിൽ ശരിയാണ്, ജയരാജൻ അത് എഴുതി കാണും, അത് കൊടുത്തു കാണും, അവരെ ടൈപ്പ് സെറ്റ് ചെയ്ത് കാണും. ബുക്കിന്റെ കവർ തന്നെ, ടൈംസ് ഓഫ് ഇന്ത്യ പോലൊരു പബ്ലിക്കേഷൻ ബുക്കിന്റെ കവർ പോലും ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളതാണ്. അത് മനഃപൂർവ്വം ആരോ അവിടുന്ന് അതിന്റെ, ഇപ്പം സോഫ്റ്റ് കോപ്പി ആണല്ലോ, നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാം. അപ്പൊ അതാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെ ഒക്കെ കാണിക്കുന്നത് DC-ക്ക് ഒരു എഗ്രിമെന്റ് അവരുമായിട്ടുണ്ടെങ്കിൽ ഓദറിന് അറിയാം എന്നാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഓദറിന്റെ അറിവില്ലാതെ ഒരിക്കലും മീഡിയക്കോ ആർക്കും പ്രൊമോഷന് വേണ്ടി പോലും കൊടുക്കത്തില്ല. അപ്പൊ ഇതൊക്കെ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓദറാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഇങ്ങനൊരു അരാജകത്വം? ഞാനത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കൊടുക്കുന്നതും അതൊക്കെ എഗ്രിമെന്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വരും, നമുക്ക് എൻഷുർ ചെയ്യേണ്ടത് നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടുക എന്നുള്ളതാണല്ലോ എന്നും പറഞ്ഞു. അതിനർത്ഥം മുതിർന്ന എഴുത്തുകാർക്ക് പോലും എഗ്രിമെന്റ് ഇല്ലാതെയാണ് പലതും നടക്കുന്നതാണ്. അപ്പൊ ഈ അരാജകത്വം, പക്ഷെ എനിക്ക് തോന്നുന്നത് ജയരാജന് വേണമെങ്കിൽ ഇത് നിർത്താം. പാർട്ടി പറയാണ് ജയരാജനോട് കോടതിയിൽ മാനനഷ്ട കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ രംഗത്തെ എല്ലാവരും, എന്തെങ്കിലും കച്ചവട സെൻസ് ഉള്ള കക്ഷികൾ എല്ലാവരും പോയി അഗ്രിമെന്റ് ഒപ്പിടിക്കുകയും, നിങ്ങൾ മാനുസ്ക്രിപ്റ്റ് അയക്കുന്നതിന് മുമ്പേ, ഞാൻ എൻ്റെ ലാസ്റ്റ് ഇപ്പം നവംബർ 14 പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ മുഴുവൻ മാനുസ്ക്രിപ്റ്റും കൊടുക്കുന്നതിന് മുമ്പേ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചിട്ട ഇവിടെ ഉണ്ട്. അതില്ലാതെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഞാണിന്മേ എന്താണോ ഈ വളയത്തിൽ ചാടുന്നത് വളയമില്ലാതെ ചാടുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് കാണിക്കുന്നത് അശോക്? ഇത് ഇതിപ്പം ഭയങ്കരമായ രാഷ്ട്രീയ കോൺട്രവേഴ്സി ആയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ഒട്ടും അത്ഭുതം തോന്നിയില്ല. കാരണം കേരളത്തിലെ പ്രസാധകരെ ഒരുപാട് പേരെ നേരിട്ട് അല്ലാതെയൊക്കെ പരിചയമുണ്ട്. എൻ്റെ 2 പുസ്തകങ്ങളില് ഒരു പുസ്തകം മാതൃഭൂമിയാണ് അച്ചടിച്ചത്. മാതൃഭൂമി ബുക്സ് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. നേരത്തെ എഗ്രിമെന്റ് വെച്ചു. അതിൻ്റെ അകത്തൊരു ഒരു കോപ്പിറൈറ്റിന്റെ ഒരാള് റെലിംഗ്വിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് റെലിംഗ്വിഷ് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം കൂടെ ബന്ധപ്പെട്ട ഒരു പുസ്തകം ആയതുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ്
കോപ്പിറൈറ്റും എനിക്ക് തന്ന് അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവര് ഉം, അച്ചടിക്കാൻ ആരംഭിച്ചത്. പ്രസിദ്ധീകരിച്ച് ഇപ്പൊ 9 എഡിഷൻ അതിന്റെ കഴിഞ്ഞു. ഉം, രണ്ടാമത്തെ പുസ്തകം ഇറക്കിയെന്ന് പറയുന്നത് ഒരു സമാന്തര പ്രസിദ്ധീകരണമാണ്. ഉം, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഉം, അവിടെ ചെയ്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 കോപ്പി അച്ചടിക്കുക. ഉം, ഇപ്പം DC പറഞ്ഞ പോലുള്ളൊരു പ്രയോഗം. നമ്മൾ തമ്മിൽ എന്തിനാണ് എഗ്രിമെന്റ്? എഗ്രിമെന്റിന്റെ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകം അച്ചടിച്ചു. എന്റെ സ്വന്തം നിലയിൽ തന്നെ ഏതാണ്ട് 600ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഈ പുസ്തകം അദ്ദേഹം ഈ എന്താണ് പുസ്തക വിൽപ്പന മേളകളിലൊക്കെ വെക്കുന്നുണ്ട്. 1000 കോപ്പി കൊണ്ട് അനവധി ആൾക്കാർക്ക് പുസ്തകം കൊടുക്കുന്ന ഈ വിദ്യ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ യേശുക്രിസ്തു മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് കേരളത്തിലെ ഒരു പ്രസാധകരുടെ ഒരു സ്ഥിരം തൊഴിലാണ്. ഉം. അങ്ങനെ DC അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതാണ് ചെറിയ പറഞ്ഞതുപോലെ സോഫ്റ്റ് കോപ്പി ഇമെയിലിൽ അയച്ചെങ്കിൽ അത് മാത്രം മതി ഒരു എവിഡൻസ് ആകാൻ. ഉം. ഫോർ കൺസിഡറേഷൻ നിങ്ങളുടെ ഞാൻ എന്താണ് പ്രേമ ഫേസ് നിങ്ങളെ വിശ്വസിച്ചു, ഞാൻ അത് പ്രിന്റ് ചെയ്യാനായിട്ട് പ്രസ്സിലേക്ക് അയച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ കോപ്പി എവിടെ വേണമെങ്കിലും എവിഡൻസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒന്നും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പൊ ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യ രംഗത്തെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് ഈ ആത്മകഥയും ജീവചരിത്രവും. ഒരു മനുഷ്യൻ അവന്റെ കഥ സത്യസന്ധമായിട്ട് എഴുതാൻ പറ്റുകയില്ല. അതുപോലെ ജീവചരിത്രം എഴുതുന്ന ആള് ഈ ഏത് വ്യക്തിയുടെയാണോ ജീവിത ചിത്രം വരയ്ക്കേണ്ടത് അതിന്റെ ഹൈലൈറ്റ് ചെയ്യാവുന്ന ഭാഗങ്ങൾ മാത്രം വെച്ചുണ്ടാക്കുന്നതാണ് ജീവചരിത്രം. എൻ്റെ അഭിപ്രായത്തിൽ ജീവചരിത്രമോ ആത്മകഥയോ വായിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യൻ ഒന്നാമത് ജീവിക്കാൻ പറ്റില്ല. 2, ഇതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും. കാരണം നമുക്കറിയാവുന്ന മൂല്യങ്ങൾ വിശദീകരിക്കാനാണെങ്കിൽ ഒരു ആത്മകഥ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞത് പ്രസാധന രംഗത്തേക്ക് വരട്ടെ. പ്രസാധന രംഗത്തേക്ക് അശോക് പറഞ്ഞല്ലോ, ഒരു രണ്ടാമത് ആദ്യത്തെ ബുക്ക് ഒപ്പിട്ട് അഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് എഡിഷൻസ് വരുന്നു. അപ്പോൾ അശോകന് കിട്ടാനുള്ള 10%, 15%, 20% കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അവര് കൃത്യമായിട്ട് തരും. അവര് കൃത്യമായിട്ട് March 31 വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് ഒരു April, May ആകുമ്പോഴേക്കും ചെക്ക് അയച്ചു തരും. അവിടെയാണ് പ്രശ്നം. ഞാനത് പറഞ്ഞു വരുന്നത്. അപ്പൊ രണ്ടാമത്തെ പബ്ലിക്കേഷൻ അത് ഈ എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യട്ടെ. ഇല്ല, എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ പബ്ലിക്കേഷൻ അവര് പുസ്തകം അച്ചടിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, അതിന്റെ ലാഭം എടുക്കുന്നുണ്ട്. അപ്പം ഈ 600 കോപ്പി ഞാൻ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുസ്തകം അച്ചടിപ്പിച്ചത്. അവരങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രിന്റിംഗ് കോസ്റ്റ് കൊടുക്കണം. പ്രിന്റിംഗ് കോസ്റ്റ് കൊടുത്താലേ അവർക്ക് അച്ചടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പ്രിന്റിംഗ് കോസ്റ്റ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണക്ക് ചോദിച്ചാൽ ഈ വിദ്വാനിൽ നിന്ന് യാതൊരു വിധത്തിലും കണക്ക് എന്ത് കണക്ക്? ഇപ്പോഴും 114 കോപ്പി അവിടെ ഇരിക്കുന്നു. അവരുടെ ഇടയിൽ എപ്പോഴും 114 കോപ്പി കാണും. ഇത് പ്രിന്റ് ചെയ്യുന്ന പ്രസ്സുണ്ട്. ആ പ്രസ്സില് നമ്മളൊരു ദൂതനെ വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ മാസവും 500 കോപ്പി അടിക്കുന്നുണ്ട്. എല്ലാ മാസമല്ല, 3-4 മാസം കൂടുമ്പോൾ 500 കോപ്പി അടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അയാൾ അതിന്റെ കണക്കും തരില്ല. അപ്പൊ പിന്നെ ഞാനത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിന് ഇനിയും അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പിന്നെ വക്കീൽ നോട്ടീസ് അയക്കണം, ഒരു ഇതിന്റെ കണക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ കണക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നൂലാമാലകൾ അതിന്റെ പുറകെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മകഥ എന്ന് പറയുന്ന ഒരു സാധനം ഉഡായിപ്പാണ്. ഇത് ബുദ്ധിമാന്മാര് ആത്മകഥ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓട്ടോബയോഗ്രഫി അല്ല, ഇന്ത്യ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ EMS ഒക്കെ എഴുതിയതുപോലെ. കാരണം അവര് ഒരു സാമൂഹിക പരിപ്രേക്ഷ്യത്തിൽ കൊണ്ടുപോയി തങ്ങളെ കൊണ്ടു നിർത്തിയിട്ട് അവർ മുങ്ങിക്കളയും. ജവഹർലാൽ നെഹ്റു ആയാലും EMS നമ്പൂതിരിപ്പാടായാലും ചെയ്തത്
അങ്ങനെയാണ്. അങ്ങനെയുള്ള ആത്മകഥകൾ കൊണ്ട് നമുക്ക് അല്പമെങ്കിലും പ്രയോജനമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമൂഹ്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ വ്യത്യസ്തത നെഹ്റുവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഇത്തരം ആത്മകഥ ഇ.പി. ജയരാജന്റെ ആത്മകഥ അച്ചടിക്കാൻ ഏതെങ്കിലും പ്രസിദ്ധീകരണശാല, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റിയല്ല പറയുന്നത്, പ്രസിദ്ധീകരണശാല തയ്യാറാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പക്ക കച്ചവടമാണ് അവരുടെ ഉദ്ദേശം. പി ജയരാജന്റെ പുസ്തകം മാതൃഭൂമിയാണെന്ന് തോന്നുന്നു ഇറക്കി. അപ്പൊ അതിന്റെ തൊട്ട് പിന്നാലെ അവർക്ക് ഒരു മത്സരമാണ്. ഈ മത്സരത്തില് ഒരു മിനിമം ഇ.പിയുടെ പുസ്തകമാണെങ്കിൽ മിനിമം ഒരു 50,000 പുസ്തകം ഒറ്റയടിക്ക് ചെലവായി. 25,000 ഒക്കെ അടിക്കുമായിരിക്കും. 50,000 പുസ്തകങ്ങള് ഒറ്റയടിക്ക് ചെലവായി പോകും. അദ്ദേഹത്തിന് റോയൽറ്റി കൊടുത്തില്ലെങ്കിൽ പോലും ഈ പുസ്തകം പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ മെച്ചം. പക്ഷെ ഇത്തരം തിരക്ക് പിടിച്ച മനുഷ്യരുടെ കയ്യിൽ നിന്നും ഒരു പുസ്തകം എഴുതി മേടിക്കുക എന്ന് പറയുന്നത് വളരെ പാടുപെട്ട കാര്യമാണ്. ഈ രംഗത്ത് ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പം അപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അന്നേരം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ഗോസ്റ്റിനെ ഇടപാട് ചെയ്യും. ഗോസ്റ്റിനെ ഇടപാട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ കഥകളും കെട്ടുകഥകളും കേട്ടുകേഴ്വികളും എല്ലാം കൂടെ വെച്ചിട്ട് അതിനെ അദ്ദേഹവുമായിട്ടൊന്നോ രണ്ടോ തവണയൊക്കെ സംസാരിച്ചാൽ മതി. സംസാരിച്ചു കഴിഞ്ഞാല് നമുക്കൊരു അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. അച്യുതാനന്ദൻ സഖാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലെ ആത്മകഥ അല്ലെങ്കിൽ ഒരു ജീവചരിത്രം അത് ബെർലിൻ കുഞ്ഞിലൻ നായരെ കൊണ്ട് എഴുതിപ്പിക്കണം എന്ന് തോന്നി. അവർ തമ്മിൽ ഇരുന്നു. എൻ്റെ അടുത്ത് കുഞ്ഞിലൻ നായർ പറഞ്ഞാണ് മരിക്കുന്നതിനും പാർട്ടിയായിട്ട് സമരസപ്പെട്ട് നിശബ്ദത പാലിക്കാൻ തുടങ്ങിയതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എഗ്രി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കൊണ്ട് കോഴിക്കോട് വെച്ചും കണ്ണൂർ വെച്ചും. പക്ഷെ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ എഗ്രിമെന്റിലായില്ല. അതായത് VS-ന് അദ്ദേഹത്തെ വയലാർ പുന്നപ്ര സമര നായകനായി ചിത്രീകരിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ബെർലിൻ പറയുന്നത് അതെങ്ങനെ പറ്റും? അദ്ദേഹം ആ സമയത്ത് മൂന്നാറിൽ ഒളിവിലായിരുന്നെന്ന് എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ അശോക് ചരിത്രത്തെ പറ്റി ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതാണ് ഓർമ്മ വന്നത്. ഇതാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജീവിതത്തിലുള്ള പ്രശ്നം ഇതാണ്. പക്ഷേ നമ്മൾ വരുന്നത് കേരളത്തിലെ ബുക്ക് പബ്ലിഷിംഗ് പറഞ്ഞത് ഒരു കുടിൽ വ്യവസായം പോലെ ഇപ്പൊ എല്ലാ മുക്കിനും മൂലയ്ക്കും ഒരു പബ്ലിഷർ ഉണ്ട്. ഞാനിത് പറയുന്നത് ജയരാജൻ പറ്റുമെങ്കിൽ കോടതിയിൽ പോകുക. അത് ഈ കുടിൽ വ്യവസായത്തിൽ അതിലേക്ക് ഞാൻ വരാം. അതായത് ജയരാജൻ കോടതിയിൽ പോകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് കേരളത്തിൽ ഈ കൂണുപോലെ മുളച്ച പ്രസിദ്ധീകരണശാലകൾ, അതായത് 1986 90 കാലഘട്ടത്തില് ഒരു പ്രസാധക ഗ്രൂപ്പിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തം നിലയിൽ 2-3 പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് ഗോസ്റ്റ് റൈറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്ന സംഗതി. അപ്പം ഇവരുടെ ചിത്രം ഗോസ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട്, ജീവചരിത്രം ഗോസ്റ്റ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം VS-ന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഇനിയിപ്പം ഒരു കാരണവശാലും അത് എഴുതാൻ പറ്റില്ല. കാരണം കുന്തക്കാരൻ പത്രോസിനെ പാർട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു. കുന്തക്കാരൻ പത്രോസിന്റെ എല്ലാവിധ ദോഷങ്ങളും നീക്കി കഴിഞ്ഞ പുന്നപ്രവയലാർ സമരകാലത്ത് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളതായിട്ടാണ് വാർത്തകളിലൊക്കെ കണ്ടത്. അപ്പൊ അവര് തമ്മിൽ ഉള്ള ഒരു അഭിപ്രായ ഭിന്നത പാർട്ടിക്കകത്ത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ പോട്ടെ, അവിടെ അതൊന്നും വിഷയമല്ല. പിന്നെ കേരളത്തില് ഈ പ്രസിദ്ധീകരണശാലകളിൽ ഇതുപോലെ മുളച്ചു പൊന്താൻ കാരണം കേരളത്തിലെ മലയാള അധ്യാപകരാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അടുത്ത പ്രൊമോഷനിലേക്ക് പോകാനും പിന്നെ അതുപോലുള്ള സംഗതികള് പിന്നെ സാമൂഹികമായിട്ട് ഇപ്പം സർക്കാർ ഏതെങ്കിലും ലാവണത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ പബ്ലിഷ്ഡ് വർക്ക്സ് കാണിക്കാനായിട്ട് ഇത് വേണം. ഈ സാറുമാരെല്ലാം കൂടെ അങ്ങ് ആലവാലെ പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുസ്തകം ഇറങ്ങി 100 കോപ്പി അവർക്ക് അച്ചടിച്ച് കിട്ടിയാൽ മതി. ബാക്കി പ്രസാധകന്റെ സൗകര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
1000 കോപ്പിക്ക് എഗ്രിമെന്റ് വെച്ചാലും ഇല്ലെങ്കിൽ 1000 കോപ്പി എന്നുള്ളൊരു കണക്കില്ല പുസ്തകം അടിക്കും, അല്ലെ 2000 കോപ്പി അടിക്കും. 100 കോപ്പി കൊടുത്ത് സാറിനെ പറഞ്ഞു വിടും. ഈ 1000 കോപ്പി അടിച്ചതിന്റെ കാശ് മിക്കവാറും അവർ മേടിക്കും. അതാണ് അവര് ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് വീണ്ടും ജീവചരിത്ര രചനയിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞല്ലോ, അത് ഗോസ്റ്റ് റൈറ്റർമാര് ഒരു അന്നത്തെ സാമൂഹിക അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് എന്താണ് സ്ട്രൈക്കിംഗ് ആകുന്നത് അല്ലെങ്കിൽ വിവാദമാകുന്നത്, ആ വിധത്തിലുള്ള ഒരു കാര്യമായിരിക്കും അവർ ചെയ്തത്. അത് DC അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇത് സാധാരണ എന്താണ് ഈ കൂണുപോലെ വിളയ്ക്കുന്ന പ്രസാധകരിൽ പലരും ഇറക്കുന്ന ആത്മകഥകളിലെ ജീവചരിത്രങ്ങളിലെ കഥയുടെ ഒരു തമാശ അതാണ്. അല്ല, ഇതിനകത്ത് പ്രശ്നമുണ്ട്. ഈ ബുക്ക് പബ്ലിഷിങ്ങിന്റെ സാധുത തന്നെ ഇല്ലാതാക്കുന്ന പരിപാടിയാണിത്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? അതെ, പക്ഷെ നമ്മള് ഒരു എഗ്രിമെന്റ് ഇല്ല എന്നുള്ള ഒരു വാദം എഗ്രിമെന്റ് മാത്രമല്ല പ്രതീക്ഷിച്ചില്ല. അല്ല, എഗ്രിമെന്റ് മാത്രമല്ല അശോക്, ബുക്ക് പബ്ലിഷിംഗ് കാലാകാലമായി നടന്നിരുന്നത്, നിങ്ങളൊരു സബ്ജക്റ്റിനെ പറ്റി എഴുതുവാണെങ്കിൽ ആ പബ്ലിഷറിന് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയും ചില എക്സ്പേർട്ട് പാനൽ ഉണ്ടാകും. ആ ഐഡിയയും കോപ്പിയും നിങ്ങളുടെ കോപ്പിയും. ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ഫിലിം സൊസൈറ്റിയുടെ ഹിസ്റ്ററിയെ പറ്റിയുള്ള ബുക്ക് ഈയിടെ ആദ്യം പബ്ലിഷ് ചെയ്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 പേർക്ക് 2 എക്സ്പേർട്സിന് അയച്ചു കൊടുത്തു. ഒരാള് നിങ്ങളെ കംപ്ലീറ്റ് ഓക്കെ ചെയ്തു, മറ്റേ ആള് നെഗറ്റീവ് അല്ലായിരുന്നു. അദ്ദേഹം ചോദിച്ചു ഇങ്ങനൊരു ബുക്ക് വേണമോ എന്ന് ചോദിച്ചു. അപ്പം അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല, ന്യൂട്രൽ ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ 100% എന്നെ എൻഡോഴ്സ് ചെയ്ത ആ വ്യക്തിയെ പിന്നീട് ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കളുടെ ആദ്യത്തെ ബുക്ക് ഞാനാണ് എക്സ്പേർട്ട് പാനലിലുണ്ടായിരുന്നു. അദ്ദേഹം നിങ്ങളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ്, സോഷ്യൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാനത് മൊത്തം ഞാൻ പറഞ്ഞു, ഞാനിത് എനിക്കറിഞ്ഞോടാ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ് അവിടെ ഉള്ളത്, അവരോട് ചോദിച്ചു. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. ഇതിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു പ്രോസസ് തന്നെ ഉണ്ട്. ഇത് ഈ നമ്മളുടെ എക്സിസ്റ്റിംഗ് എന്താണ് നോളജ് ബേസിനെ അല്ലെങ്കിൽ നോളജ് സ്പിയറിനെ എന്തെങ്കിലും പുതിയതായി നൽകുന്നോ എന്നുള്ള അന്വേഷണം കൂടെ ആ പ്രസാധകന്റെ ചുമതലയാണ്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ചെയ്യുന്നത് ഇതിന്റെ ഈ പുസ്തക പ്രസ്ഥാനത്തിന്റെ സാധുത തന്നെ നിരാകരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയുള്ള ഒരു ഗൗരവതരമായ ഇടപാടല്ല കേരളത്തിലെ പുസ്തക പ്രസാധനം ഇപ്പോഴാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഈ കേരളത്തിലെ എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ, അതായത് ആട് തേക്ക് മാഞ്ചം എന്ന് പറയുന്ന തട്ടിപ്പ് പോലെ കേരളത്തിലെ പുസ്തക പ്രസാധക രംഗത്ത് ധാരാളം തട്ടിപ്പുണ്ട്. പണ്ട് പ്രശസ്തനായ ഒരു വ്യക്തിയുടെ, അതായത് ഡിജിറ്റൽ മീഡിയ വളരെ സജീവമായി തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്തിട്ട് ഡിജിറ്റൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്തു. പിന്നെ അവർ തമ്മിൽ തർക്കമായി കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മൊത്തം പൈസയും കൊടുത്ത് അത് തീർക്കേണ്ടി വന്നു. ഇപ്പോൾ അവര് എഴുതി മേടിക്കുന്ന എഗ്രിമെന്റിലുള്ള സ്ഥാപനങ്ങൾ എഴുതി മേടിക്കുന്ന ഒരു ഇൻക്ലൂസീവ് ഓഫ് ഡിജിറ്റൽ റൈറ്റ്സ് ആണ് ഇപ്പം മേടിക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നുമില്ല. അപ്പം ഈ ഇതിനിടയ്ക്ക് കാളിദാസ കൃതികളെ പറ്റി ഒരു പ്രസാധകനൊരു എന്താണ് ഡിജിറ്റൽ റൈറ്റ്സിന്റെ വിഷയം, അതായത് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കാളിദാസന്റെ കൃതികൾ എടുത്തിട്ട് ഡിജിറ്റൽ മീഡിയ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ തർക്കമായി. അത് എന്റെ പുസ്തകം, അപ്പൊ കാളിദാസൻ എഴുതി എന്നൊക്കെ അങ്ങ് ഔട്ടായി അപ്പൊ തന്നെ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. DC-ക്ക് പറ്റിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ബുദ്ധിമാന്മാരായ മലയാളിമാർക്കൊക്കെ പറ്റുന്ന ഒരു ചെറിയ കയ്യബദ്ധമാണ്. അതായത് എന്താണ് ഈ EP ജയരാജനെ പോലുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം വേണ്ടത്ര കരുതലോടുകൂടി സമീപിച്ചില്ല എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹത്തിനെ പറ്റി മാധ്യമങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന പോലെ അദ്ദേഹം എന്താണ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കാര്യമായ
പുഷോ പുള്ളോ ഒന്നും ഇല്ല. പക്ഷെ അദ്ദേഹം അതീവ ബുദ്ധിമാനാണ് എന്ന് അദ്ദേഹം, കാരണം ഈ തമാശ പറഞ്ഞു നടക്കുന്ന ആളുകളെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ സ്വയം ഇളിഭ്യനാകാൻ തയ്യാറാകുന്നുള്ള ആളുകൾ. ഇപ്പം നായനാരുടെ അടുത്ത ഒരു ഒരു വ്യക്തിയും അദ്ദേഹം വരയ്ക്കുന്ന ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്ത് പോകത്തില്ലായിരുന്നു. പക്ഷെ ഇ പിയുടെ കാര്യത്തില് ഇ പി കുഴപ്പമൊന്നുമില്ല, ഇ പി ഹാൻഡബിളബിൾ ആണെന്ന് തോന്നി. അപ്പൊ ഈ രാഷ്ട്രീയ ഇന്ത്യയിൽ നല്ല ഇന്ത്യയിലെ ഏറ്റവും ഐക്യം കൂടിയ കക്ഷികൾ ഈ രാഷ്ട്രീയക്കാരാണ്. അവരെ സമീപിക്കും. ഇപ്പം ഈ വിഷയത്തില് ഇ പിക്ക് ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇ പി ചെയ്യുന്നത് ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഡി സി കയറി പൊക്കോട്ടെ നോക്കും. അതിന്റെ റവന്യൂ ഒന്നും ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ വിഷയം. അപ്പം ഇപ്പൊ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ പിയെ നമുക്ക് വിട്ടാം. ഡി സി ബുക്സ് പോലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിന് അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അതിന്റെ അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അല്ല, ഈ ക്രെഡിബിലിറ്റി താഴോട്ട് എല്ലാവരുടെയും, ഞാൻ അതുകൊണ്ട് ചോദിച്ചത്, മാതൃഭൂമിയും മനോരമയും സീരിയസ് ആയിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അതെ, അല്ല അതില് മനോരമയുടെ കാര്യം എനിക്കറിഞ്ഞില്ല. മാതൃഭൂമി വളരെ പക്കയായിട്ടാണ്, മാതൃഭൂമി ബുക്സ് വളരെ പക്കയായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അവര് ആ വിഷയത്തിൽ അവർക്ക് ഒരു എന്താണ് ഗവേണിംഗ് ബോഡി ഉണ്ട്, അവരത് വായിക്കുന്നുണ്ട്. വായിച്ചതിന് ശേഷം നമ്മൾ ഓതറുമായിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ശേഷമാണ് അവർ ഈ പുസ്തകം പ്രസ്സിലേക്ക് വിടുന്നത്. അത് എൻ്റെ അനുഭവം. ബാക്കിയുള്ള മനോരമയായിട്ടൊന്നും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. മനോരമ നമ്മുടെ പുസ്തകം എടുക്കാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ മനോരമയിൽ എങ്ങനെയാണ് അവസ്ഥ. മനോരമ പിന്നെ പ്രത്യേക ഒരു എന്താ പറയുന്ന അവരൊരു പ്രത്യേക സംവിധാനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളതായിട്ടാണ് അറിയുന്നത്. പക്ഷെ ഡി സി അതല്ല. ഡി സി വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് പേരുടെ വായനാശീലത്തെ വളർത്തിയിട്ടുള്ള ഒരു വലിയ സ്ഥാപനമാണ് ഡി സി ബുക്സ് എന്ന് പറയുന്നത്. ആ ഡി സി ബുക്സിന് ഈ ഒരു അബദ്ധം എങ്ങനെ പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇതൊരു ആചാരമാണ്. ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അബദ്ധമായിട്ട് വന്നിരിക്കുന്നു എന്നല്ലാതെ അങ്ങനെയല്ലേ കാണേണ്ടത്. അത് ഇല്ല, അങ്ങനെ ഡി സി എങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലാതെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. കാരണം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകളെയൊക്കെ അവർക്കൊക്കെ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണെങ്കിൽ വളരെ കാലമായിട്ട് ഡി സിയുടെ കൂടെ ഉള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊക്കെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന്റെ കോപ്പിറൈറ്റിന്റെ പിന്നെ അതിന്റെ പ്രീ പബ്ലിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ അറിവുള്ള ആളുകളാണ്. അവർക്ക് ഇത് പറ്റിയത് എങ്ങനെ പറ്റി എന്നറിഞ്ഞൂടാ. ഇപ്പം ഡി സി എഗ്രിമെന്റ് ഇല്ല എന്ന് പറയുന്നില്ല. മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചർച്ചയിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാവില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ എഗ്രിമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഏത് പ്രസാധകനെ മുമ്പോട്ട് വരുമല്ലോ. അല്ല, അതിന് ഡി സിക്ക് വേണ്ടിയുള്ള ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് അത് CPM ഭയന്നിട്ടാണ്. CPM ആയിട്ടുള്ള ബന്ധം ഉലയ്ക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ബന്ധം എങ്ങനായാലും അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കോടതി എന്താ അതന്നെ അത് വേറൊരിതാണ്. പുസ്തകോത്സവം എന്ന് പറഞ്ഞ ലൈബ്രറി മൂവ്മെന്റ് CPM പിടിച്ചു വെച്ചേക്കാണ്. അപ്പൊ അവിടെ എൻട്രി വേണം. പുസ്തകം പോവും. അവിടെ CPM മുൻപൊരു സമയത്ത് നമ്മുടെ ജി സുധാകരൻ മറ്റേ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നാഷണൽ ബുക്ക് സ്റ്റാള് പുനരുദ്ധരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര ശതമാനം NBSന്റെ പുസ്തകം എടുക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് തന്നെ ഇറക്കി കൊടുത്തു ലൈബ്രറികള്. അങ്ങനെയാണ് അതിനെ തിരിച്ചു കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് NBS. അതുപോലെ പുസ്തകോത്സവത്തിന് ഒരുപാട് പ്രസിദ്ധീകരണശാലകൾക്ക് ഗ്രാന്റ് കിട്ടുന്നുണ്ട്. അപ്പം മിക്കവാറും ചിന്ത പബ്ലിക്കേഷൻസിനും ദേശാമാനി ബുക്സിനുമാണ് കിട്ടുന്നതെന്നാണ് ഞാൻ കേട്ടത്. അല്ല ചിന്തയുടെയൊക്കെ ഇവരുടെയൊക്കെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഇപ്പൊ DC ബുക്സ് പോലെയോ
ലോഗോ പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഇവൻ നമ്മുടെ രാജകുമാറിന്റെ സ്ഥാപനം പോലെയോ അല്ലെങ്കിൽ ഉണ്മ പോലെയുള്ള അവരൊന്നും അച്ചടിക്കുന്ന അത്രയും പുസ്തകങ്ങളൊന്നും ഇപ്പം ചിന്തയൊന്നും അച്ചടിക്കുന്നില്ല. ഉം. എങ്കില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഇ.പി. ജയരാജൻ ആത്മകഥ കൊടുക്കേണ്ടത് ചിന്ത പബ്ലിക്കേഷൻസിലല്ലേ? അതന്നെ അതാണ്. അപ്പൊ ഇത് കാണിക്കുന്നത് ഈ പ്രസാധക രംഗത്തെ ഒരു കംപ്ലീറ്റ് അരാജകത്വമല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇദ്ദേഹത്തിന്റെ കേസ് വെച്ചുകൊണ്ട് അത് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് അരാജകത്വമല്ല. ഇവിടുത്തെ പബ്ലിഷിംഗ് എന്ന് പറയുന്ന സംഗതി ഈ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു മുന്നോട്ടുള്ള തള്ളിച്ചയും അവരുടെ ഒരു അമിത ആവേശവും അതിനെ ചൂഷണം ചെയ്യുന്ന പ്രസാധകരുമാണ് കേരളത്തിലെ പുസ്തകപ്രസാധന രംഗത്തിന്റെ ചിത്രം. വ്യക്തമായിട്ട് ഇപ്പൊ DC-ക്ക് അതിൻ്റെ അകത്ത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. DC നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനമല്ല ഒരു എഗ്രിമെന്റ് ഇല്ലാതെ ഒരു പുസ്തകം എടുക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് അത് ഉത്തമ വിശ്വാസത്തിൽ EP എടുത്തിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനത്തിൽ തെറ്റിപ്പോയതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുകൊണ്ട് DC കിഴക്കേമുറിയുടെ ക്രെഡിബിലിറ്റി താഴ്ന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പുസ്തകം എഴുതുന്ന ആള് വേറെ ആളാണ്. പുസ്തകങ്ങൾക്ക് ഒരു മാർക്കറ്റ്, അതില് അദ്ദേഹത്തിന് സാരമായ ഒരു തിരിച്ചടി ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഈ തിരിച്ചടി പ്രസാധക രംഗത്തെ നേതാവിന് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും ഒരു പുനർവിചിന്തനത്തിന് കാരണമാകട്ടെ. അതെ അതായത് ഈ ഇന്ത്യയിലെ കൃത്യമായ ഒരു രൂപരേഖ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമനിർമ്മാണമോ എന്തെങ്കിലും കൺട്രോളോ ഒന്നുമുള്ള രംഗമല്ല ഈ പുസ്തക പ്രസാധനം. എന്ത് സംഗതി വേണമെങ്കിലും അവിടെ എന്ത് സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അതിൻ്റെ അകത്ത് സാംസ്കാരിക വകുപ്പെങ്കിലും അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് അതിന് ഒരു കൃത്യമായ ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഓവർ നമ്പർ ഓഫ് കോപ്പീസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ യാതൊരു മാർഗവും ഇല്ല. അത് അവരുടെ പ്രൊപ്പറേറ്റർ ഈ പുസ്തകം അച്ചടിക്കുന്ന സ്ഥാപനത്തിനെ വിശ്വസിക്കുക എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ഇല്ല. അതാണ് ഇത് മൊത്തം ഒരു ലോലെസ്നെസ് ആണ്. ഇതുപോലെ തിരിച്ചടികൾ കിട്ടുമെങ്കിലെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ച് ഇതിനൊരു ഗവൺമെന്റ് അത് വളരെ ശക്തമായിട്ട് ഇടപെടണം. ഗവൺമെന്റ് ഇതൊരു പരിഷ്കൃത 100% ലിറ്ററസി എന്ന് പറയുന്ന സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഗവൺമെന്റ് നിൽക്കട്ടെ അവിടെ. അല്ല, ഗവൺമെന്റ് റൂൾസ് ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. എന്റെ പുസ്തകത്തിന്റെ മറ്റേ ISBN കോഡ് പ്രിന്റ് ചെയ്തേക്കുന്നത്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പുസ്തകത്തിന്റെ, മാതൃഭൂമിയുടെ അല്ല, രണ്ടാമത്തെ പുസ്തകത്തിന്റെ ISBN കോഡ് എന്ന് പറയുന്നത് അതിന് 3 വർഷം മുമ്പ് ഇറങ്ങിയ അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിന്റെ കോഡ് അതുപോലെ അതേ പതിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ചലച്ചിത്ര അക്കാദമിയുടെ അരവിന്ദന്റെ അനുസ്മരണമായിട്ട് ഒരു ബുക്ക് അവരെല്ലാ വർഷവും ഇറക്കുന്നതാണ്. ആ ബുക്കിന്റെ പബ്ലിക്കേഷൻ ഇയർ പോലും ഇല്ല. ഞാൻ വിളിച്ചു ചോദിക്കേണ്ടി വന്നു ആൾക്കാരോട്, ഇതെന്നാണ് പബ്ലിഷ് ചെയ്തത്? ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇത് പറയുന്നത്, കാണിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ DC-ക്ക് കിട്ടിയെന്ന് നമ്മൾ കരുതുന്ന ഈ തിരിച്ചടി എങ്കിലും ഈ രംഗത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുന്നു. നന്ദി, നമസ്കാരം.